ഏറെ ചർച്ച ചെയ്ത മറ്റൊരു വാർത്തയായിരുന്നു കോഴിക്കോട്ടെ ദീപകിന്റെ ആത്മഹത്യ. അതിൽ പ്രതി ഷിംജിതയ്ക്ക് ജാമ്യമില്ല. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. പ്രശസ്തിയും അതുവഴി പണവും ലക്ഷ്യമിട്ടാണ് പ്രതി വീഡിയോ ചിത്രീകരിച്ചതെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. സിനോജ് തോമസ് ആണ് ചെയ്തത്. സിനോജ്, ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട് കോടതി, വിശദാംശങ്ങൾ എന്താ? വിനീത, അതായത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഷിംജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ 1 മണിക്കൂർ നേരം കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതിയിൽ വാദം നടന്നത്. അതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അംഗീകരിച്ചുകൊണ്ടാണ് മജിസ്ട്രേറ്റ് കോടതി ഷിംജിത്തിന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇനി ജില്ലാ കോടതിയിൽ ഷിംജിത ജാമ്യാപേക്ഷ നൽകുകയും ചെയ്യും. അതായത് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ മഞ്ചേരി ജയിലിൽ റിമാൻഡിൽ കഴിയുകയാണ് ഷിംജിത. പ്രോസിക്യൂഷൻ പ്രധാനമായി വാദിച്ചത് ഷിംജിതയ്ക്ക് ജാമ്യം നൽകി കഴിഞ്ഞാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്തരത്തിൽ അവർ സഞ്ചരിച്ച ബസ്സിൽ ഉൾപ്പെടെ സാക്ഷികൾ നിരവധി പേരുണ്ട്, അവരൊക്കെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകും. ഷിംജിതയുടെ ജാമ്യം സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഇത് പ്രശസ്തിക്കും ഒരു റീച്ചിന് വേണ്ടിയും ഒപ്പം തന്നെ സാമ്പത്തിക ലാഭത്തിനും വേണ്ടിയാണ് ഷിംജിത ഇത്തരത്തിൽ വീഡിയോ ചിത്രീകരിച്ചത്. ദീപകിന്റെ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നു. ഒന്നിലധികം ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് അത് എഡിറ്റ് ചെയ്തുകൊണ്ടാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പബ്ലിഷ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ലൈംഗിക അതിക്രമം നടത്തുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു. പക്ഷേ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ബസ്സിലെ CCTV പരിശോധിച്ചപ്പോൾ അത്തരത്തിലുള്ളൊരു ആരോപണം തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. ബസ് ജീവനക്കാരും അത്തരത്തിലുള്ള സംഭവം അറിഞ്ഞിട്ടില്ല. സഹയാത്രികാരും അത്തരത്തിലൊരു മൊഴി പോലീസിന് നൽകുകയും ചെയ്തില്ല. അതുമാത്രമല്ല, ദീപകനും ഈ ഷിംജിതയ്ക്കൊപ്പം യാത്ര ചെയ്ത മറ്റൊരു യാത്രക്കാരി കണ്ണൂർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. തന്റെ ദൃശ്യം ഷിംജിത തന്റെ അനുമതിയില്ലാതെ പകർത്തി സോഷ്യൽ മീഡിയ നൽകിയിട്ടുണ്ട്, അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുകയും ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചത്. ആ വാദങ്ങളൊക്കെ തന്നെ കൃത്യമായി ഈ ജാമ്യാപേക്ഷയിൽ പ്രോസിക്യൂഷൻ കോടതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ആ വാദങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ടാണ് ഷിംജിതയുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ 16-ാം തീയതി നടന്ന സംഭവമാണ്. അതിന് പിന്നാലെ തന്നെയാണ് ഈ ദീപക് ഈ വീഡിയോയിൽ മനനൊന്ത് ആത്മഹത്യ ചെയ്തെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ആ വാദം കൂടി ഈ വിചാരണ കോടതിയാണ്, മജിസ്ട്രേറ്റ് കോടതി ശരിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. വിനീത, ശരി, വ്യക്തമാണ്. ഷിംജിതയ്ക്ക് ഏതായാലും ജാമ്യം നൽകിയിട്ടില്ല കോടതി. കുന്നമംഗലം കോടതിയുടെ വിധിയുടെ വിശദാംശങ്ങളാണ് സിനോജ് തോമസ് നൽകിയത്.